Students, today we are going to discuss about the reason behind the changes of the color and taste of fruits. ഫ്രൂട്ട്സിൻ്റെ നിറവും ടേസ്റ്റൊക്കെ മാറാൻ കാരണം ആയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ സംശയം കൊടുത്തിട്ടുണ്ട്, അത് ടീച്ചർ വായിക്കാം, ശ്രദ്ധിക്കുക. The color and taste of fruits change when they ripen. What may be the reason for this? കുട്ടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഫ്രൂട്ട്സൊക്കെ പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറും ടേസ്റ്റും ചേഞ്ച് ചെയ്യുന്നത്? ഓക്കെ, അതെന്താണെന്ന് നമുക്ക് ഈ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. Plastids are the cell organelles that are exclusively found in plant cells. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽസിൻ്റെ പേരാണ് പ്ലാസ്റ്റിഡ്സ്. അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ. ദേ ആർ ഓഫ് 3 kinds, namely ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. അത് 3 തരത്തിലുണ്ട്: ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. You know that photosynthesis is performed by chloroplast. നിങ്ങൾ 7th പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ്. പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അത് നടക്കുന്ന ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അതാണ് ഫങ്ഷൻ പറയാം. ദെൻ സെക്കൻഡ് വൺ, ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡിൻ്റെ പേരാണ് ക്രോമോപ്ലാസ്റ്റ്. സാന്തോഫിൽ യെല്ലോ, കെരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസയാനിൻ റെഡ്, പർപ്പിൾ എക്സെട്ര ആർ സർട്ടൻ പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ കാണുന്ന ഡിഫറെൻറ്റ് കളറിങ് പിഗ്മെൻറ്റ്സ് ആണ് സാന്തോഫിൽ, യെല്ലോ കളറിലുള്ള സാന്തോഫിൽ, ഓറഞ്ച് കളറിലുള്ള കെരോട്ടിൻ ആൻഡ് റെഡ് കളറിലും പർപ്പിൾ കളറിലൊക്കെയുള്ള ആന്തോസയാനിൻ. ഓക്കെ, വേരിയസ് റേഞ്ചസ് ഓഫ് ദീസ് പിഗ്മെൻറ്റ്സ് ഇമ്പാർട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്ടിനും ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നത് ഈ പിഗ്മെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. ല്യൂക്കോപ്ലാസ്റ്റ് ആർ പ്ലാസ്റ്റിഡ്സ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. തേർഡ് പ്ലാസ്റ്റിഡിൻ്റെ പേരാണ് ല്യൂക്കോപ്ലാസ്റ്റ്. അതിന് എന്തില്ല? കളർ ഇല്ല, ഹാവിങ് നോ കളർ. ല്യൂക്കോപ്ലാസ്റ്റ് ആർ സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ദ സെൽസ് വേർ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. പ്ലാന്റ്സിൽ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന ഭാഗത്താണ് ല്യൂക്കോപ്ലാസ്റ്റും കൂടുതലായും കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് കടക്കാം. ആസ് ഫ്രൂട്ട്സ് റൈപ്പൻ ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ച് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്. ഫ്രൂട്ട്സൊക്കെ പഴുക്കുമ്പോൾ അതിലുള്ള ക്ലോറോപ്ലാസ്റ്റ് എന്തായി മാറും? ക്രോമോപ്ലാസ്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ഫ്രൂട്ട്സിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത്. സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫുഡിൻ്റെ പേരാണ് സ്റ്റാർച്ച്. അതെന്തായി മാറും? ഷുഗറായി മാറും. അതാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ചസ് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൻ്റെ കളർ ചേഞ്ച് ആവാനും ടേസ്റ്റ് ചേഞ്ച് ആവാനുള്ള കാരണമാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തേത് കളർ ചേഞ്ച് ആവാൻ കാരണം ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ച് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്. ദെൻ ടേസ്റ്റ് ചേഞ്ച് ചെയ്യാൻ കാരണം ദ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആനിമൽ സെൽ. നമ്മൾ നേരത്തെ പ്ലാന്റ് സെല്ല് പഠിച്ചു അല്ലേ? ഇത് ആനിമൽ സെല്ലാണ്. അപ്പോൾ അതിന് ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കാം. സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലെക്സ്, ലൈസോസോം, mitochondrion, cytoplasm, ribosome, centrosome. Let's
ഡിസ്കസ് വൺ ബൈ വൺ. നമുക്ക് സെൻട്രോസോം എന്താണെന്ന് നോക്കാം. അത് ആനിമൽ സെല്ലിൽ കാണുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വായിക്കാം, ശ്രദ്ധിക്കുക. സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ് സെൻട്രോസോം. അത് പ്ലാന്റ് സെല്ലിൽ കാണില്ല. The centrioles that play a major role in the cell division are seen in the centrosome. ഇതിൻ്റെ ഫങ്ഷൻ സെൽ ഡിവിഷൻ സമയത്ത് സെൻട്രിയോൾസിനെ കാണിക്കലാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതായത് സെൻട്രിയോൾസ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ ആർ സീൻ ഇൻ സെൻട്രോസോം. സെൽ ഡിവിഷൻ്റെ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു കണ്ടൻ്റാണ് സെൻട്രിയോൾസ്. അത് കാണുന്നത് എന്തിനുള്ളിലാണ്? സെൻട്രോസോമിൻ ഉള്ളിലാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സെൻട്രോസോംസ് ആർ ദ സെൽ ഓർഗനൽസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽ. നെക്സ്റ്റ് വൺ നോക്കാം. സെൻട്രോസോം എവിടെയാണെന്ന് നോക്കാം. ഇതാ കണ്ടോ സെൻട്രോസോം. ഇത് പ്ലാന്റ് സെല്ലിൽ കാണില്ല, ആനിമൽ സെല്ലിൽ മാത്രമേ കാണുള്ളൂ. Next one is lysosome. It is seen in animal cell. Lysosomes contains the digestive enzymes that are required for the destruction of foreign substances entering the cell. ലൈസസോംസും ആനിമൽ സെല്ലിൽ മാത്രമേ കാണുള്ളൂ, പ്ലാന്റ് സെല്ലിൽ ഇത് കാണില്ല. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ്. ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറഞ്ഞാൽ ചില ലിക്വിഡ് ഉണ്ട്, അതിനെ പുറത്ത് വിട്ടിട്ട് പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെയും മറ്റു സബ്സ്റ്റൻസിനെയൊക്കെ ഇതെന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്ത് കളയും, പൊടിച്ച് കളയലാണ് ലൈസോസോമിൻ്റെ ഫങ്ഷൻ. ലൈസോസോംസ് നമുക്ക് നോക്കാം. ഇതിൽ എവിടെയാണെന്ന് കണ്ടോ? ലൈസോസോംസ് ആണ് ഇത്. ഇത് പ്ലാന്റ് സെല്ലിൽ കാണില്ല. ഓക്കെ, ജന്തുകോശത്തിന്റെ ഘടന നമുക്ക് വരച്ചാലോ? ജന്തുകോശത്തിന്റെ പുറമേ കാണപ്പെടുന്ന ആവരണമാണ് ഇത്. ഈ ആവരണമാണ് പ്ലാസ്മ സ്തരം. കോശത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥങ്ങളെ കടത്തിവിടുന്നത് പ്ലാസ്മ സ്തരമാണ്. പ്ലാസ്മ സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന മുഴുവൻ പദാർത്ഥങ്ങളെയും ചേർത്ത് പ്രോട്ടോപ്ലാസം എന്നു പറയുന്നു. കോശദ്രവവും മർമ്മവും പ്രോട്ടോപ്ലാസത്തിൽ ഉൾപ്പെടുന്നു. മർമ്മമാണ് കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. മർമ്മത്തെ ആവരണം ചെയ്ത് സൂക്ഷ്മ സുഷിരങ്ങളോട് കൂടിയ മർമ്മസ്തരം കാണപ്പെടുന്നു. ഇതിനുള്ളിൽ മർമ്മദ്രവ്യവും ക്രൊമാറ്റിൻ ജാലികയും മർമ്മകവും കാണപ്പെടുന്നു. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. പ്രധാന കോശാംഗങ്ങളെ പരിചയപ്പെട്ടാലോ? കോശത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന സ്തര സംവിധാനമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്ലാസ്മ സ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്നു. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു.
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗങ്ങളാണ് റൈബോസോമുകൾ. ഇവ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഈ വരയ്ക്കുന്ന കോശാംഗത്തെ അറിയാമോ? ഇതാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിൽ ഊർജോൽപാദനം, സംഭരണം എന്നിവ നിർവഹിക്കുന്ന കോശാംഗങ്ങളാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിൽ കടക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശാംഗങ്ങളാണ് ലൈസോസോമുകൾ. കോശദ്രവ്യത്തിൽ ചെറുസഞ്ചികൾ പോലെയോ സ്തരമടക്കുകളായോ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡികൾ. ഇവ പലതരത്തിലുള്ള കോശസ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നു. Friends, next we are going through an illustration that is seen in the textbook. The last part of the textbook is this. Okay, ടെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോണത്. അതിലൊരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ, ഒരു ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടുവിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആനിമൽ സെൽസിൽ മാത്രം കാണുന്നത് ഇവിടെ എഴുതാം, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് എഴുതാം. ഇതിലെഴുതേണ്ടത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും കാണുന്ന ഓർഗനലാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടെത്തിയിട്ട് ആനിമൽ സെൽസിൽ മാത്രം കാണുന്ന ഓർഗനൽ എഴുതാം, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് എഴുതാം, ദെൻ കോമൺ ആയിട്ട് കാണുന്നത് നടുവിലും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നൗ വി ആർ ഗോയിങ് ത്രൂ ദ ക്വസ്റ്റ്യൻ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക്. ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ സ്ട്രക്ചർ ഓഫ് ആനിമൽ സെൽ. ആനിമൽ സെല്ലിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലെ പോർഷൻസ് ഒക്കെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യണം. അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പ്രോട്ടോപ്ലാസം ഉണ്ട്. പ്രോട്ടോപ്ലാസം വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസത്തിൽ കാണുന്നത് ഓർഗനൽസ് ആണ്. ആ ഓർഗനൽസിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതാം. ന്യൂക്ലിയസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെ ഇപ്പുറത്തും എഴുതാം. ഓക്കെ, അവർ എഴുതി അയച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് പേജിൽ നമ്മൾ കാണുന്നത് ഐഡൻറ്റിഫൈ ദ പാർട്സ് എ ബി സി ഡി ഇ മാർക്ക്ഡ് ഇൻ ദ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ എ ബി സി ഡി ഇ എന്ന് മാർക്ക് ചെയ്ത ഭാഗം ഓർഗനൽസിൻ്റെ പേരൊക്കെ എഴുതാം. പിന്നെ താഴെ എഴുതേണ്ടത് റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ പാർട്സ് ഡൊണേറ്റഡ് ബൈ ദ ലെറ്റേഴ്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റേഴ്സ് ഗിവൺ ബിലോ. താഴെ ഡിനോട്ട് ചെയ്ത ലെറ്റേഴ്സിൻ്റെ കണ്ട എ ബി സി എന്നെഴുതിയിട്ടുള്ള പോർഷൻ ഇവിടെ ഏതാണെന്ന് വെച്ചാൽ എ ബി ദെൻ സി. അതിൻ്റെ ഫങ്ഷൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. ഈ ഇതിൽ കോളത്തിൽ എഴുതാം കേട്ടോ. ഇവിടെ ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് തെറ്റാണോ ശരിയാണോന്നും ടീച്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയിട്ടില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ഓർഗനൽസ് ജീൻസ് ഫൗണ്ട്. സെൽസിൽ ജീൻസ് ഫൗണ്ട് ചെയ്യുന്ന പോർഷൻ ഏതാണ്? അതാണ് ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയും ഭാഗമുള്ളൂ.
നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. എല്ലാവരും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ടീച്ചർക്ക് അയച്ചു തരിക.